ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രദീപ. ഞാനിപ്പോൾ എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെഞ്ഞാറമ്മൂട്ടിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകത്തില്ലേ, പോത്തങ്കോട് സൈഡല്ല, അതായത് കേശവദാസപുരം മണ്ണന്തല റൂട്ടിന് പോകുന്നിടത്തിൽ നമ്മുടെ തൈക്കാട് എന്ന് പറയും. അതായത് ഇവിടെ ഒരു വലിയൊരു ആൽമരത്തിൻ്റെ മുത്തശ്ശിയാലിൻ്റെ ചവിട്ട്. ഞാൻ മുത്തശ്ശിയാലെന്ന് പറഞ്ഞത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ, ഇവിടെ അടുത്ത് തന്നെ ഒരു മാതാവിൻ്റെ കുരിശടിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി അന്തസ്സായിട്ട് ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് മാതാവിനോടുള്ള സങ്കടമൊക്കെ അങ്ങോട്ട് വിളമ്പിയിട്ട് ഇങ്ങനെ വന്ന് നിന്ന് ടിക്കറ്റ് വിൽക്കാൻ ഞാൻ കഷ്ടപ്പാടും ദുരിതവും വിഷമമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം മാറണം, പോകണം എന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ കടയെല്ലാം അടച്ച് പൂട്ടിയത് കാരണത്ത് അതിനകത്ത് സ്റ്റാൻഡും റാക്ക് എല്ലാം കൊണ്ടുവന്ന് വീട്ടിലിട്ടിട്ടുണ്ട്. കുറേ പേരെടുത്ത് ഞാനത് റാക്കിന് ആവശ്യമുള്ളവർ തുണിക്കടയ്ക്കോ അല്ലെങ്കിൽ തുണിക്കടയ്ക്കോ അല്ലാണ്ട് പിന്നെന്താ പലചരക്കട, തുണിക്കട, ബേക്കറി ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മേടിക്കാവുന്നതാണ്. പിന്നെന്ന് പറയുന്നത് അവിടെ ആണെങ്കിൽ അല്ലാതെ ഇതാണെങ്കിൽ കിലോ കണക്കിന് തൂക്കി മേടിക്കുവാണെങ്കിൽ അതിനകത്ത് നെട്ടും ബോൾട്ടും വരെ തൂക്കിയാണ് മേടിക്കുന്നത്. അത് ഒരുപാട് കാശാവും. ഞാനിപ്പം അതിനെ കൊടുക്കാമെന്നുള്ള, വീട്ടിലിട്ട് നശിപ്പിക്കണ്ടല്ലോ, ആർക്കെങ്കിലും ഒരു ഉപകാരവും കൂടെ ആയിക്കോളും എന്ന് കരുതിയിട്ടാണ് ഞാനതിപ്പോൾ വിൽക്കാനായിട്ട് ഒരുങ്ങി ഞാനിത് പറഞ്ഞത്. അപ്പം ഒരുപാട് പേര് വന്നു, പക്ഷേ നോക്കിക്കോണേ, അതിന് ഫ്രീ ആയിട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആൾക്കാരാണ്. എന്തായിരുന്നാലും ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ അതിനെ പറയുക, ഞാൻ എങ്ങനെ എഴുതാൻ ചെയ്യും. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറയാം, ഈ ആലിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുക. ഇവിടെ ആണെങ്കിൽ ബസ്സൊക്കെ നിർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇപ്പോൾ ബസ് വന്ന് നിർത്തി. അത് ആയൂർ. ഇന്നലെ എൻ്റെ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് ഞാൻ ഒരുപോലെ കണ്ണിറങ്ങില്ല. നേരം വെളുത്ത 6 മണിക്ക് 5:50 ഞാനൊന്ന് കണ്ണടച്ചത്. അപ്പോഴത്തേക്കും 7 മണിയായപ്പോൾ എൻ്റെ മോനാണെങ്കിൽ കറക്റ്റ് ഇനി എത്ര താമസിച്ച് കിടന്നാലും 6 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ അവ എഴുതിയിട്ടിരിക്കും. ഞാൻ ഒരു 5-10 മിനിറ്റാണ് ഒന്ന് ഉറങ്ങിയത്. അപ്പം തന്നെ അവൻ എന്നെ വിളിച്ച് എഴുതിപ്പിച്ച് എന്നെ അമ്മ പാച്ചിച്ചി, അമ്മ പാല്, അമ്മ പാപ്പം എന്നും പറഞ്ഞിട്ട് അവന് പിന്നെ എന്നെ എഴുതിപ്പിച്ച് ഫ്രിഡ്ജിനകത്തിരുന്ന പാല് തുറന്നെടുപ്പിച്ച് ചായ ഇട്ട് കുടിച്ചിട്ടാണ് അവൻ പോയി കിടന്നത് സന്തോഷമായിട്ട്. അതാണ് എൻ്റെ പുന്നാര പൊന്നുമോൻ. എന്ത് ചെയ്യാനാ. അപ്പോൾ എല്ലാവരും കാണുക. ടിക്കറ്റൊക്കെ വിറ്റാണ് ഞാൻ അന്ന് ഓരോരുത്തരെ സഹായിച്ചുകൊണ്ടിരുന്നത്. പിന്നെയും ഒരു കടയൊക്കെ നടത്തിയിരുന്ന സമയത്ത് ഒരുപാട് പേരെ ഞാൻ സഹായിക്കുക എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ സാഹചര്യം വളരെ മോശമായപ്പം എല്ലാം നഷ്ടമായി. കടയിൽ കച്ചവടമൊന്നുമില്ല. അങ്ങനെ കുറേ പേര് കടമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നേ, പിന്നെ കാശ് തരത്തില്ല. അങ്ങനെയൊക്കെ ആയപ്പം നമ്മുടെ അടുത്ത് വന്ന് കഷ്ടപ്പാട് പറയുമ്പോൾ നമ്മളറിയാതെ കൊടുത്തു പോകും. പിന്നെ അവസാനം അവരടുത്ത് കിടന്ന് നമ്മൾ മൽപ്പിടുത്തം പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് കാര്യം. പ്രത്യേകിച്ച് എൻ്റെ അനുഭവം വെച്ച് ആണുങ്ങളുടെ കയ്യിൽ കടം കൊടുത്തു കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മേടിക്കാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ എന്തെല്ലാം അനാവശ്യം പറയുമോ അതെല്ലാം പറഞ്ഞുണ്ടാക്കി കളയും. അങ്ങനെയൊക്കെയുള്ള കുറേ ചെറ്റ സ്വഭാവമുള്ള ആണുങ്ങളുണ്ട്. എന്നാൽ നല്ലവരും ഉണ്ട്. നല്ലവർ 10 പേരുണ്ടെങ്കിൽ അതിൽ 80% ഇച്ചിരി മോശം ആൾക്കാരുമാണ് ഉള്ളത്. നമ്മുടെ നാടങ്ങനെയായി. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു. ഒരു 20% ചീത്ത ആൾക്കാരും ബാക്കി 80% നല്ല വ്യക്തികളും ആയിരുന്നു അന്ന്. ഇപ്പം അങ്ങനെയല്ല. മുക്കാലും കേടും ബാധ്യതയൊക്കെ പിടിച്ച കുറേ എണ്ണമാണ് ഉള്ളത്. എന്ത് ചെയ്യാനാ, കാലം പോയൊരു പോക്കേ.
അപ്പം ഞാൻ ടിക്കറ്റ് വയ്ക്കട്ടെ മക്കളെ, എൻ്റെ കൊച്ചു പട്ടിണിയായി പോയില്ലെങ്കിൽ.